ഓം ശാന്തി. ലോ ഓഫ് അട്രാക്ഷൻ ചെയ്യാൻ വേണ്ടി പല മെത്തേഡുകൾ നോക്കി. 2 കപ്പ് മെത്തേഡ് നോക്കി, 24 hours മാനിഫെസ്റ്റേഷൻ നോക്കി, പല രീതികൾ നോക്കിയിട്ടും എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് നടക്കാത്തത്? പലരുടെയും കമൻസ് ഞാൻ ഓർക്കും, എനിക്ക് ഒന്നും നടക്കുന്നില്ല, ഞാൻ പലതവണ ട്രൈ ചെയ്ത് നോക്കി, എനിക്ക് നടക്കുന്നില്ല, ഞാൻ എന്താ ചെയ്യേണ്ടത്? എൻ്റെ കാര്യത്തിൽ ലോ ഓഫ് അട്രാക്ഷൻ നടക്കില്ല എന്നുണ്ടോ? ഇങ്ങനെയുള്ളതായിരിക്കുന്ന പല രീതിയിലുള്ളതായിരിക്കുന്ന ചോദ്യങ്ങൾ പല രീതികളിലായിട്ട് എൻ്റെ അടുത്ത് നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഇന്ന് എന്തുകൊണ്ട് നടക്കുന്നില്ല എന്നുള്ളതിനെക്കുറിച്ച് ഒന്ന് പഠിച്ചു നോക്കി. അപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളുള്ള കാര്യങ്ങളും എങ്ങനെ അതിനെ നമുക്ക് ഓവർകം ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. എന്തുകൊണ്ട് നടക്കുന്നില്ല എന്ന് വെച്ചാൽ, കുട്ടിക്കാലം മുതൽ നമ്മുടെ മനസ്സിൽ ഫോം ചെയ്തു പോയ കുറേ കാര്യങ്ങളുണ്ട്. ഓരോരുത്തരും അവനവൻ്റെ ബാല്യകാലം ജീവിച്ചത് ഡിഫറൻ്റ് ആയിരിക്കുന്ന, വ്യത്യസ്തമായിരിക്കുന്ന സാഹചര്യങ്ങളിലൂടെയാണ്. ചിലർക്ക് ഒരുപാട് ലാളനയും പാലനയും ഒക്കെ അനുഭവിക്കാനുള്ള സാഹചര്യം കിട്ടിയിട്ടുണ്ടാവും, ഭാഗ്യം ഉണ്ടായിട്ടുണ്ടാവും. ചിലർക്ക് ഒരുപാട് ഓപ്പോസിറ്റായിരിക്കുന്ന, അതായത് തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ അമ്മമ്മ ചീത്ത പറഞ്ഞു, അച്ചച്ചൻ ചീത്ത പറഞ്ഞു, അമ്മ ചീത്ത പറഞ്ഞു, അച്ഛൻ ചീത്ത പറഞ്ഞു, അങ്ങനെ ഒരു ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കുന്ന, ശ്വാസം മുട്ടുന്ന രീതിയിലുള്ളതായിരിക്കുന്ന കുട്ടിക്കാലം കഴിഞ്ഞു പോയതായിരിക്കുന്ന കുറേ ആളുകളുണ്ട്. കൊച്ചുകാലങ്ങളിൽ എന്തെങ്കിലുമൊക്കെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ, തെറ്റുകൾ സംഭവിക്കുമ്പോൾ കൂട്ടുകാരും അല്ലെങ്കിൽ സ്കൂൾ ക്ലാസ് റൂമിൻ്റെ ഉള്ളിൽ, ട്യൂഷൻ റൂമിൽ, അഥവാ നിങ്ങളെ കളിസ്ഥലങ്ങളിൽ ഒക്കെ വല്ലാതെ അപമാനിക്കപ്പെടുന്നതായിരിക്കുന്ന ചില സാഹചര്യങ്ങൾ, ഇങ്ങനെ ബാല്യകാലത്തിൽ നമ്മുടെ ഉള്ളിൽ അതിശക്തമായ രീതിയിൽ റെക്കോർഡ് ചെയ്യപ്പെട്ട കുറേ നെഗറ്റീവ് ഫയൽസ് പലരുള്ളിലും ഉണ്ടായിരിക്കും. ആ ഫയലിൻ്റെ കൂട്ടത്തിൽ കൂടെ ജീവിതത്തിൽ നമ്മൾ തൊടുമ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ, അങ്ങനെയുള്ളവർക്ക് ജീവിതത്തിൽ കാലുവെക്കുമ്പോൾ അതിനെയൊക്കെ തന്നെ പോസിറ്റീവാക്കി മാറ്റിക്കൊണ്ട് തീയിൽ മുളച്ചത് വെയിലത്ത് വാടില്ല എന്ന് പറഞ്ഞ് മുന്നോട്ട് വരുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരാണ് ഇത്തരം എല്ലാ വ്യക്തികൾക്കുള്ള മോഡൽ. പക്ഷേ ആ മോഡലാവാൻ സാധിക്കാത്തത് കൊണ്ടാണല്ലോ നമ്മുടെ ഇന്നത്തെ ഡ്രീം, എൻ്റെ സ്വപ്നം എന്നും സ്വപ്നമായി തന്നെ നിൽക്കുന്നു, എനിക്ക് സത്യമാക്കാൻ പറ്റുന്നില്ല എന്നൊരവസ്ഥ വരുന്നത്. അപ്പം അതുകൊണ്ട് അവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരികയാണ്, അത്തരം സാഹചര്യങ്ങളിലൂടെ കടന്നു വന്നിട്ടാണ് നമ്മുടെ ഉള്ളിൽ, ഉപബോധ മനസ്സിൻ്റെ ഉള്ളിൽ കാര്യം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഒരു മരത്തിന് ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഉള്ളുവരെ തുള വന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ വെട്ടിയപ്പുള്ള മുറിവോ എന്തെങ്കിലും സംഭവിച്ചിട്ടെന്ന് വിചാരിക്കുക. ആ മരം കൊണ്ട് നമ്മളൊരു പലക ഉണ്ടാക്കി ഒരു ഫർണിച്ചർ ഉണ്ടാക്കുമ്പോൾ ആ പലകയൊക്കെ ഉണ്ടാവുന്ന ഓട്ടകളെ പലപ്പോഴും ഫർണിച്ചർ ഉണ്ടാക്കുന്ന സമയത്ത് ആ ഓട്ട അടയ്ക്കാനുള്ള സാധനം ഉപയോഗിച്ച് അതിനെ ഓട്ടയടച്ച് മേലെ പോളിഷ് ചെയ്ത് ഫർണിച്ചർ നന്നായിട്ട് ഉണ്ടാക്കും. പലപ്പോഴും നമ്മൾ കാണുന്ന ഫർണിച്ചറിന് അത്തരത്തിൽ എന്തെങ്കിലും ഉള്ളിൽ ഓട്ടയുള്ളതായിരിക്കുന്ന അല്ലെങ്കിൽ മുറിവുള്ള പൊട്ടുള്ള മരം കൊണ്ടാണ് ഫർണിച്ചർ ഉണ്ടാക്കിയതെങ്കിൽ ആ പൊട്ടിനെ പ്രോപ്പർ രീതിയിൽ ഹീൽ ചെയ്ത് ആ മരമായിരിക്കുന്ന സമയത്ത് അതിൻ്റെ ഓട്ടയടയ്ക്കാൻ അതിന് സാധിച്ചിട്ടില്ല എങ്കിൽ, മരത്തിന് സ്വയം തന്നെ വളർന്നുകൊണ്ട് അതിൻ്റെ കോശങ്ങൾ കൊണ്ട് ആ ഓട്ട ഇല്ലാതാക്കാനുള്ള രീതിയിൽ അതിന് ശക്തമാവാൻ സാധിച്ചിട്ടില്ല എങ്കിൽ ആ പലകയിൽ ആ ഓട്ട നിലനിൽക്കും. ആ ഓട്ട അടച്ച് അതുകൊണ്ട് ഫർണിച്ചർ ഉണ്ടാക്കിയാലും കുറച്ച് കാലം കഴിയുമ്പോൾ ക്ലൈമറ്റ് മാറി മാറി വരുന്നതിനനുസരിച്ച് ആ സാധനം പുറത്തേക്ക് പോവുകയും ആ ഓട്ട അവിടെ വീണ്ടും പ്രത്യക്ഷപ്പെടും. അഥവാ ആ ഒരു ഫർണിച്ചറിൻ്റെ സ്ട്രെങ്ത്തിനെ അത് ബാധിക്കും. ഇതുപോലെയാണ് നമ്മുടെ ജീവിതം രൂപപ്പെട്ടു വരുന്നത്. കുട്ടിക്കാലത്ത് ഒരുപാട് ആഴത്തിൽ ചെന്ന് പതിക്കുന്ന ഏതെങ്കിലും തുളകൾ, അത് എന്തുകൊണ്ടുണ്ടാകുന്നു എന്നുള്ളത് മരക്കൊത്തി കൊത്തി ഉണ്ടാക്കുകയാണെങ്കിലും, ഏതെങ്കിലും പുഴു തുറന്നുണ്ടാക്കുകയാണെങ്കിലും, എന്തെങ്കിലും ആയുധം ഉപയോഗിച്ച് വെട്ടിമുറിച്ചതിൻ്റെ ഫലമായിട്ടുണ്ടാവുന്നതാണെങ്കിലും, ഏതാണെങ്കിലും തുള അവിടെ തുളയായി തന്നെ കിടക്കുകയാണ്. നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ഉള്ളിൽ ഒന്നുകിൽ നമ്മൾ മറ്റുള്ളവർ നമ്മളെ ശകാരിച്ചത് കൊണ്ടാവാം, അല്ലെങ്കിൽ മനസ്സിൽ ആഴത്തിൽ മുറിവേൽക്കുന്ന രീതിയിൽ ആരുടെയെങ്കിലും പെരുമാറ്റങ്ങൾ കൊണ്ടായിരിക്കാം, എന്തെങ്കിലും ദുരനുഭവങ്ങൾ കൊണ്ടായിരിക്കാം, ഏത് കാരണം കൊണ്ട് എൻ്റെ ഉപബോധ മനസ്സാകുന്ന മരത്തിൻ്റെ ഉള്ളിൽ ആഴത്തിലൊരു മുറിവ് വന്നിട്ടുണ്ടെങ്കിലും ഞാൻ ബാഹ്യമായ രൂപത്തിൽ അതിനെ ഫർണിഷ് ചെയ്യുകയാണ്. പോസിറ്റീവ് തോട്ട്സ് ഉപയോഗിച്ചുകൊണ്ട് ഞാനിന്ന് അഫർമേഷൻ ചെയ്യുന്നു, എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. പക്ഷേ അഗാധമായ തലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ കുറച്ച് വിഷമങ്ങൾ, കുറച്ച് ടെൻഷൻ, കുറച്ച് നടക്കോ ഇല്ലേ എന്നുള്ളതായിട്ടുള്ള സംശയങ്ങൾ, എന്നെക്കൊണ്ട് ഇതാവോ ഇല്ലേ എന്നുള്ളതായിരിക്കുന്ന കുറച്ച് തോട്ട്സ്, അതല്ലെങ്കിൽ ഇതൊന്നും എനിക്ക് പറ്റുന്നതല്ല എന്നുള്ള കുറേ കാര്യങ്ങൾ, നിന്നെക്കൊണ്ടൊന്നും നടക്കില്ലടാ എന്ന് കുട്ടിക്കാലത്ത് ആരോ പറഞ്ഞതിൻ്റെ ഒരു റിഫ്ലക്ഷൻ എനിക്ക് ചെയ്തിട്ടും എത്തുന്നില്ലല്ലോ എന്ന തോന്നൽ, ഇങ്ങനെ ആ ഒരു ചിന്തകൾ രൂപം മാറി പല ഭാവത്തിൽ പുറത്ത് വന്നിരിക്കാം. എന്നാലും ഉള്ളിൽ കിടക്കുന്ന ഏതെങ്കിലും ഒരു നെഗറ്റീവ് ഫയലുകൾ അത് പൂർണ്ണമായിട്ട് സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് ക്ലീൻ ചെയ്യാൻ പറ്റിയിട്ടില്ല എങ്കിൽ, അതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ഡ്രീം നടക്കാൻ, ഒരു സ്വപ്നം കാണുമ്പോൾ ആ കാര്യത്തിന്
വേണ്ടി ഞാൻ അഫർമേഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ, അതിനുവേണ്ടി ഞാൻ വിഷ്വലൈസേഷൻ ചെയ്യുമ്പോൾ ഒക്കെ എനിക്ക് തടസ്സം ഉണ്ടാക്കുന്നത് ഇത്തരം എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഫയലാണ്. ഒരു പക്ഷേ ഈ ജന്മത്തിലെ തന്നെ ആയിക്കൊള്ളുന്നില്ല, മുജ്ജന്മത്തിലെ ആയിരിക്കാം. മുജ്ജന്മത്തിലെ കാര്യം എങ്ങനെയാണ് ഓർമ്മയുണ്ടാവുക എന്നായിരിക്കും. ഓർമ്മയുണ്ടാവില്ല, സത്യമായിട്ടും ഓർമ്മയുണ്ടാവില്ല. പക്ഷേ നിങ്ങൾക്കറിയോ, ചില കുട്ടികൾ അനാവശ്യമായി കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് പോലും ഇറിറ്റേറ്റഡ് ആവും, വിഷമിക്കും, പെട്ടെന്ന് പിണങ്ങും. നമ്മൾ പറയും തൊട്ടാവാടിക്കാരാണെന്ന് പറയും. ചില കുട്ടികൾ എന്തൊരു സാഹചര്യത്തിന് നെഗറ്റീവ് തന്നെ വന്നാലും അതിലൊക്കെ തന്നെ ചിരിക്കാൻ പഠിക്കുന്ന, ഒക്കെ നെവർ മൈൻഡാക്കി മാറ്റുന്ന സംസ്കാരം. എന്തുകൊണ്ടാണ് കുട്ടിക്കാലത്ത് ഇത്തരം സംസ്കാരം നമ്മുടെ ഉള്ളിൽ ഉണ്ടായത്? കാരണം അത് മുജ്ജന്മത്തിൻ്റെ ഫയലുകൾ, അത് ആ ഫയൽ അവിടെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. അത് രൂപം മാറി സംസ്കാരത്തിൻ്റെ രൂപത്തിൽ പുറത്തു വന്നു. ആ സംസ്കാരത്തിൻ്റെ രൂപത്തിൽ പുറത്തു വരുമ്പോഴോ അതിനനുകൂലമായിരിക്കുന്ന ഇമോഷൻസ് അഥവാ എനർജി നമ്മുടെ ഉള്ളിൽ റെക്കോർഡായിക്കൊണ്ടും ഇരിക്കുകയാണ്. ഈ രീതിയിൽ റെക്കോർഡായിപ്പെട്ടു പോയതായിരിക്കുന്ന ഫയലുകൾ അത് അതിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ, ഞാൻ പുറമെ നിന്ന് ഒരു എനർജി, ഒരു തോട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോഴും അത് ഉപബോധ മനസ്സിനുള്ളിൽ പോയി ആഴത്തിൽ തട്ടി എനർജൈസ്ഡ് ആയിക്കൊണ്ട് പുറത്തേക്ക് വരുമ്പോൾ ആ ആഴത്തിൽ പോകുന്നതിൽ എത്രത്തോളം തടസ്സമുണ്ട് അത്രയും കുറഞ്ഞ എനർജി എനിക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കൂ. അതുകൊണ്ടാണ് പലപ്പോഴും എന്തൊക്കെ തന്നെ വഴികൾ നോക്കി, ഞാൻ 5-5 മെത്തേഡ് നോക്കി, 2 കപ്പ് മെത്തേഡ് നോക്കി, 24 hours മാനിഫെസ്റ്റേഷൻ നോക്കി, എല്ലാ രീതികളും നോക്കി, വിഷ്വലൈസേഷൻ ചെയ്യുന്നുണ്ട്, അഫർമേഷൻ ചെയ്യുന്നുണ്ട്, ഞാൻ അഗാധമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, എന്നിട്ടും എനിക്ക് നടക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലെ കാര്യം ഈ ഒരു ഫയലുകളുടെ സേവിങ് ആണ്. ആധ്യാത്മികമായ ഭാഷയിൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ പറയും കാർമിക് അക്കൗണ്ടിൻ്റെ യുദ്ധമാണ് എന്ന് പറയാം. ഞാനതിനെ ആ രീതിയിൽ മാറ്റി പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, കാർമിക് അക്കൗണ്ടിൻ്റെ യുദ്ധം എന്ന് പറയുമ്പോൾ അത് എൻ്റെ കുറവ് എന്ന് സ്വയം സ്വീകരിക്കുകയും അത് നമ്മുടെ മനസ്സിനുള്ളിൽ ഒരു വിഷമം ഉണ്ടാക്കുകയും ചെയ്യും. ഞാൻ അങ്ങനെയായിപ്പോയി, അതുകൊണ്ട് ആ ഒരു തോട്ട് കൂടെ നമുക്ക് വേണ്ട, അതും നമുക്ക് ഡിലീറ്റ് ചെയ്യാം. നമുക്ക് മനസ്സിലാക്കാം അവിടെ ഒരു ഫയൽ ഉണ്ട്, അതിനെ ഡിലീറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ എന്തുകൊണ്ട് നടക്കുന്നില്ല എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് എങ്ങനെ നമുക്കതിനെ റീപ്രോഗ്രാം ചെയ്യാം എന്നുള്ളതാണ്. ആദ്യത്തെ ഭാഗം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. രണ്ടാമത്തെ ഭാഗം അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം അതാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇതിന് നമ്മൾ എന്തായാലും ഏത് ഫയലാണ് ഉള്ളിൽ കിടക്കുന്നത് എന്ന് ചിലപ്പോൾ ഓർമ്മയുണ്ടാവും, ചിലപ്പോൾ ഓർമ്മയുണ്ടാവില്ല, അറിയാം, അറിയാതിരിക്കാം. എന്താണെങ്കിലും അവിടെ ഒരു ഫയൽ ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പാണല്ലോ. നമ്മൾ സാധാരണ കമ്പ്യൂട്ടറിന് അതിനുള്ളിൽ വൈറസ് വരാതിരിക്കാൻ വേണ്ടി ആൻറ്റിവൈറസ് എന്നൊരു പ്രോഗ്രാം ചെയ്യാറില്ലേ? അതിന് തുല്യമായിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ് വിഷ്വലൈസേഷൻ. അതുകൊണ്ട് ആദ്യം എനിക്ക് പലതവണ നടക്കാതെ വരുമ്പോൾ, ഞാൻ ശ്രമിച്ചിട്ടും നടക്കുന്നില്ല എന്ന് നിരാശ വന്നാൽ അത് കുറേയും കൂടെ ശത്രുവാണ്. നമുക്ക് അതിനെക്കുറിച്ച് വേറൊരു എപ്പിസോഡിൽ കാണാം. പക്ഷേ ഇന്ന് ഞാൻ പറഞ്ഞുതരാണ്, അതെന്ത് തന്നെയാണെങ്കിലും ഫുൾ സ്റ്റോപ്പ് ഇടുക. എന്നിട്ട് നമ്മുടെ വിഷ്വലൈസേഷൻ, നമ്മുടെ ഡ്രീം എന്താണോ, കാരണം ഇന്നതുകൊണ്ടാണ് സംഭവിക്കുന്നില്ല നമുക്ക് ക്ലിയർ ആയല്ലോ. അതുകൊണ്ട് എന്തെനിക്ക് വേണം, അത് ഒരു കാര്യം മാത്രം. അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി പരിശ്രമിക്കുമ്പോൾ നമ്മൾ പെർഫെക്റ്റ് ആയിരിക്കും, ഇന്നതായിരിക്കണം എൻ്റെ വിഷൻ എന്ന് നമ്മൾ ക്ലിയർ ആയിട്ടുണ്ടായിരിക്കണം നമുക്ക്. അങ്ങനെ എന്താണ് എനിക്ക് വേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് 4-5 ആഗ്രഹങ്ങളുണ്ടെങ്കിൽ, ഞാൻ മാനിഫെസ്റ്റ് ചെയ്യാൻ നോക്കിയിട്ടും അത് നടക്കാത്തൊരവസ്ഥ വരുന്നുണ്ടെങ്കിൽ, ആദ്യം നമുക്ക് ഒന്ന് ചെയ്ത് നോക്കാം. അതിൽ നിന്നുള്ള റിസൾട്ട്, ഊർജം കുറേയും കൂടി നമുക്ക് എനർജി തരും. അതുകൊണ്ട് ഒരു കാര്യത്തിന് ആദ്യം വിഷ്വലൈസ് ചെയ്യുക. അത് നിരവധി തവണ വിഷ്വലൈസ് ചെയ്യാം. എത്ര ക്ലിയർ ആയിട്ട്, മീൻസ് ഞാനിപ്പോൾ കാണുകയാണ്, നല്ല തണുത്ത കാറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്, ഞാൻ കടൽ തീരത്താണ് നിൽക്കുന്നത്, ആ തിരമാല ഇങ്ങനെ അലയടിക്കുന്നതിൻ്റെ ശബ്ദവും കേൾക്കുന്നുണ്ട്, അതിൻ്റെ എന്തൊരു ഭംഗിയാണ്. ഇങ്ങനെ തുള്ളി ഒരു പായ മടക്കുമ്പോൾ മറഞ്ഞു വീഴുന്നു, അവിടെ നിന്ന് തുള്ളിക്കൊണ്ട് അടുത്തേക്ക്, ഇത് അടുത്ത തുള്ളി എൻ്റെ അടുത്തേക്ക് വരികയാണ്. ആ പതുക്കെ ആല സോഫ്റ്റായി വന്ന് എൻ്റെ കാല് തലോടുകയാണ്. ഒരു കാര്യം നമ്മൾ കാണുമ്പോൾ ഇത് ശരിക്കും നമുക്കത് ഫീൽ ചെയ്യണം, അതങ്ങനെ വരുന്നുണ്ട്. അതേപോലെ ഞാൻ എൻ്റെ ഡ്രീം ജോബാണ് കാണുന്നതെങ്കിൽ, ഞാനൊരു ഓഫീസിൻ്റെ CEO ആയിരിക്കുകയാണ്. ആ CEO ആയിരിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ഓഫീസിൽ എൻ്റെ ക്യാബിനിൽ ഇരിക്കുകയാണ്, എൻ്റെ ഒരു മീറ്റിംഗ് നടക്കുകയാണ്, എല്ലാവരും വളരെ ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടിരിക്കുക, ഞാൻ സക്സസ്ഫുൾ ആയിക്കൊണ്ടൊരു പ്രൊജക്റ്റ് എല്ലാവരും മുന്നിലും പ്രസൻറ്റ് ചെയ്യുകയാണ്. ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിന് നിങ്ങളുടെ ആഗ്രഹിക്കുന്ന ഡ്രീം ജോബിലെ ഏതെങ്കിലും ഒരു പ്രാക്ടിക്കൽ ഇവൻറ്റിനെ ക്ലിയർ ആയിട്ട് എടുക്കുക. എന്നിട്ട് നമ്മൾ ഒത്തിരി അഗാധമായിട്ട് അതിനെ എക്സ്പീരിയൻസ് ചെയ്ത് നോക്കൂ, ഫീൽ ചെയ്യൂ. അതിനൊരു ക്ലിയർ വിഷ്വലൈസേഷൻ എന്ന് നമുക്ക് പറയാം. ഇത് നമ്മുടെ അത്രയും അഗാധമായിട്ട് നിങ്ങൾ കാണുമ്പോൾ, അത് ഫീൽ ചെയ്ത് നോക്കുമ്പോൾ അത് ശരിയാണ് എന്ന് നമുക്ക് തോന്നുന്ന രീതിയിൽ ആ ഹാപ്പിനെസ് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഇങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ ഏറ്റവും നമ്പർ 1 റെമഡി എന്ന് പറയുന്നത് മെഡിറ്റേഷനാണ്.
എന്തുകൊണ്ട് എൻ്റെ മനസ്സിൽ ഡിസ്റ്റർബൻസ് എന്ന് എനിക്കറിയുന്നില്ല, പക്ഷേ ഉണ്ട് എന്നറിയാലോ. അതുകൊണ്ട് എത്രയും കൂടുതൽ ശാന്തി സാഗരനായിരിക്കുന്ന ഭഗവാനെയും സർവശക്തിവാനായിരിക്കുന്ന ഭഗവാന്റെ അടുത്തുനിന്ന് സർവശക്തിയുടെ കിരണങ്ങൾ, ശാന്തി സാഗരനായ ഭഗവാനിൽ നിന്ന് ശാന്തിയുടെ കിരണങ്ങൾ, ഈ രണ്ട് വാല്യൂസ് ഭഗവാനിൽ നിന്ന് എത്ര കൂടുതൽ കിരണങ്ങളായി നമ്മളുള്ളിൽ നിറയ്ക്കാൻ പറ്റുന്നുണ്ടോ, എത്ര കൂടുതൽ ടൈം ശാന്തിയുടെ അഥവാ ശക്തിയുടെ ആഴത്തിലുള്ള അനുഭൂതി നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ, അത്രയും വേഗം നമ്മുടെ ഉപബോധ മനസ്സ് ശാന്താവും. ഗീതയിൽ പറയുന്നുണ്ട് മെഡിറ്റേഷനെ കുറിച്ച് ചിത്തശുദ്ധി നിരോധം യോഗ എന്ന്. കാരണം ഭഗവാന്റെ കിരണങ്ങളെ, ഈശ്വരൻ്റെ സ്മൃതിനെ നമ്മളുള്ളിലേക്ക് ആ വൈബ്രേഷനായി നിറയ്ക്കുമ്പോൾ അതിൻ്റെ അഗാധമായിരിക്കുന്ന അനുഭൂതിയിലേക്ക് നിങ്ങൾ ഊളിയിട്ട് ഇറങ്ങുന്ന സമയത്ത് പതുക്കെ 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 എന്തൊരു കട്ടി പിടിച്ച് കിടക്കുന്ന ഫയലാണെങ്കിലും അത് അവിടെ നിന്ന് അങ്ങ് ഡിലീറ്റായി പോകും. കാരണം അത്ര പവർഫുള്ളായിട്ടുള്ള ലൈറ്റാണ് മെഡിറ്റേഷൻ ഉപബോധ മനസ്സിൽ നിറയ്ക്കുന്നത്. അവിടെ മനസ്സ് കാമാവും കൂളാവും. അടുത്ത മൊമെൻറ്റിൽ നിങ്ങൾ വിഷ്വലൈസേഷൻ കാണുമ്പോൾ അത് പവർഫുള്ളായിട്ടൊരു എനർജി ആയിട്ട് നമ്മുടെ ഉള്ളിലേക്ക് നിറയ്ക്കാൻ പറ്റും. അതുകൊണ്ട് റീപ്രോഗ്രാം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് മെഡിറ്റേഷൻ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുക രാജയോഗ മെഡിറ്റേഷനാണ്. കാരണം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് രാജയോഗ മെഡിറ്റേഷനാണ്. എനിക്ക് അനുഭൂതി തരുന്നതും ഞാൻ എൻ്റെ ശക്തിയാക്കുന്നതും അതാണ്. അതുകൊണ്ട് രാജയോഗ മെഡിറ്റേഷൻ നിങ്ങൾക്ക് ഫ്രീ ഓഫ് കോസ്റ്റിൽ പഠിക്കാം. നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള രാജയോഗ മെഡിറ്റേഷൻ സെൻറ്ററിൽ പോയാൽ അവിടെ എന്നെപ്പോലുള്ളതായിരിക്കുന്ന സിസ്റ്റേഴ്സ് ഉണ്ട്, അതല്ലാന്നുണ്ടെങ്കിൽ ബ്രദേഴ്സ് ഉണ്ട്, അവർ എക്സ്പേർട്സാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ മെഡിറ്റേഷൻ്റെ ഗൈഡൻസ് അവിടെ നിന്ന് കിട്ടും. നിങ്ങൾ അടുത്ത സെൻറ്ററിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് അവിടെ പോവുക, മെഡിറ്റേഷൻ പഠിക്കുക. മെഡിറ്റേഷൻ പഠിപ്പിക്കുന്നത് ടീച്ചേഴ്സ് പഠിപ്പിക്കും, പക്ഷേ അനുഭൂതി ചെയ്യേണ്ടത് അത് നിങ്ങളുടെ ഇൻട്രസ്റ്റാണ്. അതുകൊണ്ട് അതിരാവിലെ ഉണർന്ന് മെഡിറ്റേഷൻ്റെ അഗാധമായ അനുഭൂതിയിൽ നിങ്ങൾ കുറച്ച് സമയം ആ ശാന്തി സാഗരൻ്റെ കിരണത്തിൽ ഇങ്ങനെ ഒഴുകി നടന്നാലുണ്ടല്ലോ, മനസ്സിൻ്റെ ഉള്ളിൽ എത്രയോ ജന്മത്തെ ഫയൽ പോലും ഡിലീറ്റായി പോകും. അങ്ങനെ മനസ്സിനെ കാമാക്കുക, കൂളാക്കുക, പവർഫുള്ളാക്കുക. ഒന്നുകൂടെ വിഷ്വലൈസേഷൻ ചെയ്യുക. 2 സ്റ്റെപ്പ്. ഒന്നാമത്തെ മെഡിറ്റേഷൻ, രണ്ടാമത്തെ വിഷ്വലൈസേഷൻ, മൂന്നാമത്തെ ഫോക്കസിങ്. അങ്ങനെ മനസ്സ് കാം ആൻഡ് കൂളായിരിക്കുന്ന സമയത്ത് ഏത് വിഷനാണോ, ഏത് കാര്യമാണോ എനിക്ക് ഏറ്റവും പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രധാനപ്പെട്ടത് നമ്പർ 1 ആയി നടക്കേണ്ടത് ഇത് എന്ന് നിങ്ങൾ നിശ്ചയിക്കുന്ന കാര്യം എന്തോ അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുക. ബാക്കി അറിയാം, ഈ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു ആഗ്രഹം കൊണ്ടോ ഒരു ലക്ഷ്യം കൊണ്ടോ നടക്കുന്നതാണോ? ഒരിക്കലുമല്ല. നമുക്ക് ഈ ജീവിതത്തിൻ്റെ അവസാനം വരെ പല കാര്യങ്ങളും നേടിയെടുക്കേണ്ടതുണ്ടാവും. നമ്മുടെ സങ്കല്പ ശക്തി ഉപയോഗിച്ച് എല്ലാം നേടിയെടുക്കാൻ നമുക്ക് സാധിക്കുമെങ്കിൽ എല്ലാം എനിക്ക് ഒന്നിച്ച് നേടണം എന്നൊക്കെ മനുഷ്യ മനസ്സല്ലേ ആഗ്രഹിച്ചേക്കാം. പക്ഷേ അതിനൊരു തടയിട്ടുകൊണ്ട് ഓരോരോ സ്റ്റെപ്പായി ഞാൻ ഹൈറ്റ്സിലെത്താം എന്ന് സ്വന്തം മനസ്സിനോട് പറയുക. എന്നിട്ട് ഫസ്റ്റ് നിങ്ങളുടെ പ്രയോറിറ്റി ആയിട്ടുള്ള കാര്യത്തിന് ഫോക്കസ് ചെയ്യുക. അതിലേക്ക് തന്നെ കുറച്ച് ദിവസം ആ ഒരു എയിം നടക്കും വരെ അതിലേക്ക് തന്നെ നിരന്തരമായി നിങ്ങളുടെ ശ്രദ്ധ കൊടുത്തുകൊണ്ടേയിരിക്കുക. ഫോക്കസിങ് അതിലേക്കായിരിക്കണം. പിന്നെ മൂന്നാമത്തെ കാര്യം അഫർമേഷൻ. വിഷ്വലൈസേഷൻ എന്ന് പറയുന്ന കാര്യം നമുക്ക് ചെയ്യുമ്പോൾ ആ ഒരു പൂർണ്ണമായിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള പിക്ചറും അനുഭൂതിയും കൂടെ നിങ്ങൾക്ക് വേണം. അഫർമേഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യുമ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഓർക്കാവുന്നതാണ്. കാരണം അത് നമ്മുടെ മനസ്സിൽ ആവർത്തിച്ചുച്ചരിക്കുന്ന വാക്കാണ്. ഇപ്പം ഞാൻ എൻ്റെ ഡ്രീം ജോബിനെയാണ് വിഷ്വലൈസ് ചെയ്യുന്നതെങ്കിലും ഞാൻ ഇന്ന ആളായി കഴിഞ്ഞിരിക്കുന്നു, ഞാൻ ഇന്ന ആളാണ്, ഈ ഒരു ആയി കഴിഞ്ഞിരിക്കുന്നുവെന്നോ അതോ ഞാൻ ആണ് എന്നോ, ഈ 2 തോട്ട് പലതവണ എത്ര കൂടുതൽ തവണ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ അത്രയും കൂടുതൽ തവണ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അതിൻ്റെ എനർജി സ്വീകരിച്ചു കൊണ്ടിരിക്കും. അതാണ് അഫർമേഷൻ്റെ ഏറ്റവും വലിയ പവർ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരു ദിവസം ലിമിറ്റ് വെക്കാതെ നിങ്ങളുടെ ഏത് സാഹചര്യത്തിലും ഒരു കാര്യം ഓർമ്മിക്കാൻ നിങ്ങൾക്ക് പറ്റുമല്ലോ. എൻ്റെ ജീവിതത്തിൽ എനിക്കിത് കിട്ടിയേ പറ്റൂ എന്ന് അത്യാവശ്യമുള്ളൊരു കാര്യം ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് തന്നെത്താൻ നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്ന കാര്യമാണ്. അപ്പം ഞാനതായി ആണ് എന്ന് ചിന്തിക്കും തോറും അത് നമ്മുടെ മനസ്സിനുള്ളിൽ സന്തോഷം കൂട്ടിക്കൊണ്ടിരിക്കുന്ന കാര്യമായിരിക്കും. അതുകൊണ്ട് അഫർമേഷൻ അതും വളരെ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട ഒന്നാണ്. പിന്നെ നമുക്ക് ആരെങ്കിലുമൊക്കെ തരുന്ന ലേബലുകൾ ഉണ്ടാവും. മുന്നോട്ടുള്ള യാത്രയിൽ എല്ലാവർക്കും, അത് കുട്ടികളാണെങ്കിലും വലിയവരാണെങ്കിലും, അവർക്കൊക്കെ ഉണ്ടാക്കുന്ന ബ്ലോക്കാണ് നിങ്ങളതാണ്, നിങ്ങളിതാണ്, നിങ്ങളെക്കൊണ്ട് അതേ പറ്റൂ, നിങ്ങളെക്കൊണ്ടിത് പറ്റില്ല എന്ന് പറഞ്ഞ് പലരും ചാർത്തിത്തരുന്ന കുറേ ലേബലുകൾ നമുക്കുണ്ടായിരിക്കും. അങ്ങനെ ഒരാൾ ലേബൽ നമുക്ക് തരുമ്പോൾ തിരിച്ച് മനസ്സിനോട് പറയാം, ഞാനതല്ല. മഞ്ഞക്കണ്ണാടി വെച്ചവർക്ക് മഞ്ഞല്ലേ കാണുള്ളൂ, അവർ പറയുന്ന ആരെന്ത് പറയുന്നത് അവരാണ്, ഞാനതല്ല എന്ന്, ഞാൻ ഇന്നതാണ് എന്ന് ആര് ഒരു നെഗറ്റീവ് പറയുന്നോ ഉടനെ നമ്മുടെ ഉള്ളിൽ നിന്ന് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള പോസിറ്റീവ് തോട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ ആ ലേബൽസ് നമ്മുടെ മേലെ അതിൻ്റെ പ്രഭാവം ചെലുത്താതെ കടന്നു പോയിക്കൊള്ളും. പിന്നെ അതും കൂടാതെ ഒരു കാര്യം കൂടെ നമ്മൾ ചെയ്യണം, സ്ക്രിപ്റ്റ് ചെയ്യുക.
എന്ന് വെച്ചാൽ ഇന്നത്തെ ഒരു ദിവസത്തിന്, ഇന്ന് ഈ ദിവസം രാവിലെ എഴുന്നേറ്റ് മെഡിറ്റേഷൻ കഴിഞ്ഞ ശേഷം, വിഷ്വലൈസേഷൻ കഴിഞ്ഞ ശേഷം, ഇന്നത്തെ ഈ ദിവസം ഇതിനു വേണ്ടി ഞാൻ ഏത് രീതിയിലൊക്കെ എൻ്റെ ആക്ടിവിറ്റി ചെയ്യും, രാത്രി വരെ എൻ്റെ കർമ്മങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കും, അതിന് നിങ്ങൾ വ്യക്തമായി തന്നെ ഒരു പേപ്പർ എടുത്ത് എഴുതുക. എന്തിനാണ് എഴുതണമെന്നറിയോ? ഞാൻ ചിന്തിച്ചാൽ പോരെ, എഴുതേണ്ടതുണ്ടോ എന്ന് ചിന്തിക്കും. കാരണം നമ്മുടെ പല ശീലങ്ങളും പലപ്പോഴും വിചാരിച്ച കാര്യങ്ങളിൽ നിന്ന് വഴുതിപ്പോകുന്നതായതുകൊണ്ടാണ് നമുക്ക് ലക്ഷ്യത്തിലെത്താൻ പറ്റാത്തത്. അതുകൊണ്ട് എഴുതുക എന്നുള്ളതായിട്ടുള്ള ശീലം നമ്മുടെ സ്ഥൂല ഇന്ദ്രിയമായിരിക്കുന്ന കയ്യ്, ജ്ഞാനേന്ദ്രിയമാകുന്ന കണ്ണ്, നമ്മുടെ സൂക്ഷ്മേന്ദ്രിയങ്ങളായിരിക്കുന്ന മനസ്സ്, ബുദ്ധി, ഇവയൊക്കെ ഒറ്റ ലൈനിൽ കൊണ്ടുവരുന്ന സാധനമാണ്. അപ്പോൾ എഴുതുന്ന അത്രയും സമയം ക്ലിയർ പിക്ചറായിക്കൊണ്ട് ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ റെക്കോർഡാവും. അത് കഴിഞ്ഞാൽ ആ എഴുതി വെച്ച സ്ക്രീൻ പ്രകാരം, ആ ഒരു സ്ക്രിപ്റ്റ് പ്രകാരം അന്നത്തെ ദിവസത്തെ കർമ്മത്തെ ചെയ്യാൻ ശ്രമിക്കുക. ഈ 7 കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ, ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്, മെഡിറ്റേഷൻ, വിഷ്വലൈസേഷൻ, അഫർമേഷൻ, അത് കഴിഞ്ഞ ശേഷം എന്തെങ്കിലുമൊക്കെ നെഗറ്റിവിറ്റി ഉണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്തിരിക്കണം, ആരെങ്കിലും തരുന്ന ലേബലിനെ സ്വീകരിക്കാതിരിക്കണം, നിങ്ങൾ സ്ക്രിപ്റ്റ് ചെയ്യണം. പിന്നെ അത് കഴിഞ്ഞ ശേഷം എന്താണോ നമ്മൾ തീരുമാനിച്ചത് അത് പ്രകാരം നമ്മൾ ചെയ്യണം. ഈ 6 കാര്യങ്ങൾ സ്ട്രിക്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൻ്റെ പ്രോഗ്രാമിങ്ങിനെ റീപ്രോഗ്രാം ചെയ്യാൻ സാധിക്കും. ഉപബോധ മനസ്സിൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന അഥവാ നമുക്കറിയാതെ കിടക്കുന്ന എല്ലാ നെഗറ്റീവ് ഫയലിനും ഡിലീറ്റ് ചെയ്തുകൊണ്ട് പവർഫുൾ ഓരോ ദിവസം കഴിയുന്തോറും നിങ്ങളുടെ വൈബ്രേഷൻ്റെ എനർജി കൂട്ടാൻ കഴിയും, തോട്ട്സിൻ്റെ പവർ കൂട്ടാൻ കഴിയും. അധികം വൈകാതെ സ്വപ്നം നിങ്ങളിലേക്ക് വന്നെത്തിച്ചേരുകയും ചെയ്യും. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം. ഓം ശാന്തി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും, കൂടാതെ പ്ലീസ് ലൈക്ക് ഇറ്റ് ആൻഡ് ഷെയർ ഇറ്റ്. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം കൂടി ഫോളോ ചെയ്ത് നിങ്ങളുടെ പ്രോത്സാഹനങ്ങൾ തന്നാലും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് ഏറെ വിലയേറിയതാണ്. അത് കമന്റ് ബോക്സിൽ എഴുതിയാലും. ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങളോടൊപ്പം നിൽക്കുന്ന ഏവർക്കും അകമഴിഞ്ഞ് നന്ദി.